ചിത്രഭാനുത്തമരൻ അടുത്തൊന്ന് നിൽക്കുമ്പോ ശരീരമാകെ കോരിത്തെരിക്കുന്നു. എനിക്ക് ലജ്ജ കൊണ്ടേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനേ പറ്റുന്നില്ല. എനിക്കും അതെ. ഓ, എന്തൊരു തേജസ്സാണ്! ഇത്രയും തേജസ്സുള്ള ഒരു പുരുഷനെ ഞാൻ അടുത്ത് കണ്ടിട്ടേയില്ല. നോക്ക്, ചിത്രഭാനുത്തമ്പുരാന്റെ തുളഞ്ഞു കയറുന്ന നോട്ടം കണ്ടോ? ഏത് പെണ്ണും അത് കണ്ട് വീണു പോകാത്തത്? ഇദ്ദേഹത്തിന്റെ മുന്നിൽ അല്പനേരം ഒന്ന് നിൽക്കാൻ കഴിയുന്നത് നമ്മുടെ ഭാഗ്യാണല്ലേ? അതെ, ഇദ്ദേഹം ഒന്ന് അടുത്തേക്ക് വിളിച്ചിരുന്നെങ്കിൽ, എന്റെ ദേഹത്തൊന്ന് തൊട്ടിരുന്നെങ്കിൽ. എന്താ? ഓ, അയ്യോ! അപ്പൊ ഇത്രയും ദിവസം ഇത്തരത്തിലായിരുന്നു നമ്മുടെ മുമ്പിലുള്ള നിങ്ങളുടെ വേഷം കെട്ടലുകൾ. തമ്പുരാനെ, തമ്പുരാന്റെ അസുഖം ഭേദമായോ? എന്ത് കരുതി നിങ്ങളൊക്കെ? ആയുസ്സുള്ളിടത്തോളം കാലം ചിത്രഭാനുവിന്റെ മനസ്സ് സ്വസ്ഥമാവില്ലെന്നോ? അത്തരത്തിലൊരു ശിക്ഷ നമുക്ക് വിധിക്കാൻ ദേവാദി ദേവകൾക്ക് പോലും പേടിയാണ്. തമ്പുരാൻ ക്ഷമിക്കണം, നമ്മളറിയാതെ. അറിയാതെ അല്ലേ? വെറും കഴകക്കാരായിരുന്ന നിങ്ങളെ നമ്മുടെ ഇടവും ബലവും നിർത്തി നാം കൊണ്ടു നടന്നു. നമ്മുടെ സ്ഥാനത്തിനനുസരിച്ച് നിങ്ങൾക്കും വളർച്ചയുണ്ടായി. പക്ഷെ നന്ദികേടിന്റെ ആൾ രൂപങ്ങളാണെന്ന് നിങ്ങളന്ന് തിരിച്ചറിയാൻ നാം ഒരല്പം വൈകി. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നാം തീരുമാനിച്ചോളാം. അയ്യോ അയ്യോ തമ്പുരാനെ, അടിയങ്ങളൊന്നും ചെയ്യരുത്. ഓർമ്മയുണ്ടാകണം, നിന്റെയൊക്കെ സ്ഥാനം നമ്മുടെ കാൽച്ചോട്ടിലാണ്. ക്ഷേത്രമുറ്റത്തും ദേശമംഗലം നാട്ടിലും ചിത്രഭാനു തീരുമാനിക്കുന്നതേ നടക്കൂ. അതിലൊരു വ്യത്യാസവും വരില്ല. കളിയാക്കാനോ വിമർശിക്കാനോ ശത്രുതയുമായി നടക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് മരണം തന്നെ ആയിരിക്കും അതിനുള്ള മറുപടി. എന്താ തമ്പുരാൻ? പ്രിയമത ക്ഷേത്രത്തിലേക്കാണോ? അല്ല, മറ്റൊരു കാര്യമുണ്ട്. കുറച്ചുനാൾ നാം ഒരു മായാലോകത്തായിരുന്നു, അറിഞ്ഞു കാണും. അങ്ങ് ഗുരുകുലത്തിലും വന്നിട്ടുണ്ടായിരുന്നു. ഓ, ഞാനായിട്ട് വന്നതോ അതോ പ്രിയമത എന്നെ ക്ഷണിച്ചതോ? ഭ്രാന്ത് പിടിച്ചൊരാൾ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ കാണിച്ചു. അതൊക്കെ വിട്ട് ഇപ്പൊ നമ്മെ നോക്കൂ, പഴയതിനേക്കാൾ ഊർജസ്വലനായി കാണുന്നില്ലേ? മനസ്സിന്റെ താളം തെറ്റുക, നിലയില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുക, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക, ഇതൊക്കെയാണ് നാം ചെയ്തു കൂട്ടിയതെന്ന് കൂടെയുള്ളവർ പറയുന്നു. പക്ഷേ എന്താന്നറിയില്ല, എത്ര ഭ്രാന്തളകിയാലും ചില ചിന്തകൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. ആ മായാലോകത്തിൽ നിൽക്കുമ്പോഴും പ്രിയംവദയുടെ ഈ രൂപം, ഈ ശബ്ദം ഒക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് പോണം തമ്പുരാൻ. നിക്കവിടെ. ഈ രൂപം അങ്ങനെ മനസ്സിന്റെ അടിയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയംവദയ്ക്ക് വേണ്ട വിധം അതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങേക്ക് മനസ്സിനല്ലായിരുന്നു ചികിത്സ വേണ്ടത്, ഈ അസുഖത്തിനാ. പ്രിയംവദേ, ഭ്രാന്തായാലും ശരി മരണമായാലും ശരി ചിത്രഭാനുവിനെ അറിഞ്ഞൊന്ന് തൊടാൻ പേടിക്കും. എന്താ അത്? അതാണ് ചിത്രഭാനുവിന്റെ ശക്തി. ഇത്രയും ശക്തനായ ഒരാളെ ചികിത്സിച്ച് ഭേദമാക്കാൻ കുഞ്ഞിപ്പെണ്ണ് തന്നെ വേണ്ടി വന്നു. ആ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും തമ്പുരാൻ ഭ്രാന്തനെ പോലെ ഈ പെരുവഴിയിലൂടെ അലഞ്ഞു നടക്കുമായിരുന്നില്ലേ? ആര് പറഞ്ഞു അവളാണ് നമ്മുടെ അസുഖം ശരിയാക്കിയതെന്ന്? ആ കാട്ടുവാസികൾ പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി എന്തോ പറഞ്ഞു നടക്കുന്നു.
പ്രിയംവദ അത് വിശ്വസിക്കുകയാണോ? അവിടെ നടന്നതെല്ലാം എനിക്ക് അറിയാൻ തമ്പുരാൻ. ഇത്രയും അഹങ്കരിച്ച് നടന്ന തമ്പുരാന് ഇനിയെങ്കിലും ബോധം വന്നില്ലേ? ഇനിയും എന്തിനാണ് ആ കുഞ്ഞിനോടും കുഞ്ഞിന്റെ അമ്മയോടും ആ കൂട്ടത്തോടും തന്നെ എന്തിനാ അയിത്തം കാണിക്കുന്നത്? അവരും മനുഷ്യരാണെന്ന് അംഗീകരിച്ചുകൂടെ? എന്നിട്ട് ആ കാട്ടുവാസികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നാം നടക്കണോ? ഇവിടെയുള്ള ഗ്രഹങ്ങളിലെല്ലാം അവർക്ക് പ്രവേശനം അനുവദിക്കണോ? ഈ ക്ഷേത്രങ്ങളെല്ലാം മലർക്ക് തുറന്നിടണോ? വേണ്ടിവരും. ഇന്നല്ലെങ്കിൽ പിന്നൊരിക്കൽ. വരിഞ്ഞെടുക്കും. ആ കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരെണ്ണത്തിന് പോലും നമുക്ക് കണ്ണിന് നേർക്ക് കണ്ടുകൂടാ. പ്രിയമതയ്ക്ക് ഈ സംസാരമൊന്നും ചേരില്ല. അതിസുന്ദരിയായ പ്രിയമത അതിനേക്കാൾ സുന്ദരമായ പുഞ്ചിരിയോടെ നടന്നു നീങ്ങുന്നതാണ് അതിൻ്റെതായ ഒരു രസം. ഈ കൈകാലുകൾ നൃത്തത്തിൻ്റെതായ മുദ്രകൾ കാണിച്ചു തുടങ്ങുമ്പോ അറിയാതെ എന്റെ ഇടനെഞ്ചിൽ ഒരു കൊളുത്തു വരും. അതാണ് പ്രിയംവദ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രിയംവദയുടെ ഒരു ആരാധകനായിരിക്കാനാണ് നമുക്കിഷ്ടം. ഒരു കാര്യം തമ്പുരാൻ തെളിയിച്ചു. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ചിത്രഭാനു തമ്പുരാനെ നേരെയാക്കാൻ പറ്റില്ല. പ്രിയംവദയ്ക്ക് എന്നെ എന്തും പറയാം. അത് ഈ രാജ്യത്ത് പ്രിയംവദയ്ക്ക് മാത്രം നാം തരുന്ന സ്വാതന്ത്ര്യം. എന്നെങ്കിലും ഒരിക്കൽ ഈ ഭക്തന് മുമ്പിൽ പ്രസാദിച്ചേ പറ്റൂ. ഇനിയും അങ്ങയുടെ മുന്നിൽ നിന്നാൽ എന്റെ നാവിന്റെ നിയന്ത്രണം വിട്ടുപോകും. ആരാധകൻ വന്നിരിക്കുന്നു. മനുഷ്യനാവാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ആ യോഗ്യത കിട്ടിയിട്ട് മതി ബാക്കി എല്ലാവരെയും കൽപ്പിക്കാനും ശിക്ഷിക്കാനും. ഇത്രമാത്രം സൗന്ദര്യം നിനക്കില്ലായിരുന്നെങ്കിൽ ചിത്രഭാനുവിനെ എതിർത്ത് സംസാരിക്കുന്ന അടുത്ത നിമിഷം നീ ഇല്ലാതായല്ലേ. പ്രിയംവദ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ അടുത്തൊരു വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. ദൂരെ നിന്ന് കണ്ടു ഗംഗാദത്തൻ വരുന്നത്. ചേല അമ്മയ്ക്ക് കൊടുത്തോ? കൊടുത്തു. എന്നിട്ട് ഇതുവരെ ജീവിച്ചതിൽ ഏറ്റവും നല്ല മുഹൂർത്തം ഞാൻ കണ്ടു. അമ്മ കരഞ്ഞോ? കരഞ്ഞു. കുറച്ചല്ല, ഒരുപാട് നേരം കരഞ്ഞു. ആ കരച്ചിലിനൊടുവിൽ എന്നെ ചേർത്ത് പിടിച്ചു, നെറുകയിൽ ഉമ്മ വെച്ചു. അമ്മ പറഞ്ഞത് അമ്മ സ്വർഗം കണ്ടു എന്നാണ്. ഒരു ചേല കയ്യിൽ വെച്ചു കൊടുത്തു എന്ന ഒരേ ഒരു കാരണം കൊണ്ട് അമ്മ എത്ര സന്തോഷിച്ചു. ഓ, എന്തൊരു വിഡ്ഢിയാണ് ഞാൻ. സന്തോഷവും സമാധാനമൊക്കെ തേടി അധ്വാനിക്കേണ്ട പ്രായത്തിൽ ഞാൻ അലഞ്ഞു നടന്നു. പ്രിയംവദ, എനിക്ക് നന്ദി പറയേണ്ടത് പ്രിയംവദയോടാണ്. ആ സന്തോഷം പ്രിയംവദയ്ക്കുള്ളതാണ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ. ഗംഗാദത്തന് അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്. ഇനി ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. അമ്മ സന്തോഷവതിയായിരിക്കും എക്കാലവും. ഇനി വഴിതെറ്റി നടക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. ഇത് മതി, ഈ സന്തോഷം മതി. കുടുംബം തന്നെയാണ് നമ്മുടെ ലോകം. കുടുംബം തന്നെയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കുടുംബം തന്നെയാണ് നമ്മുടെ കർമ്മമണ്ഡലവും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേൾക്കുമ്പോൾ അച്ഛന് സന്തോഷമാകും. ഏട്ടൻ തിരിച്ചെത്തിയോ? ചേച്ചി ഏട്ടനെ കൂട്ടാൻ പോയതാ? അല്ല, ഇവിടെ വെച്ച് കണ്ടു. കുഞ്ഞിപ്പെണ്ണെ, വീട്ടിൽ പൂജയും പ്രാർത്ഥനയൊക്കെ നടക്കുന്നില്ലേ? ഉണ്ട്. മുടക്കരുത് കേട്ടോ. ഇല്ലേ ഇല്ല. കുഞ്ഞിപ്പെണ്ണ് കാരണം ചിത്രഭാനു തമ്പുരാന്റെ അസുഖം ഭേദമായി. വഴിയിൽ നിന്ന് ഞാനും അറിഞ്ഞു. നന്നായി. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ കുട്ടി തന്നെയാണ് കുഞ്ഞിപ്പെണ്ണ്. ഏറെ ദൂരം നടന്നു വന്നതുകൊണ്ട് ക്ഷീണമുണ്ട്. ഏട്ടൻ നടക്കട്ടെ മക്കളെ. അതെ, കളിച്ചു കഴിഞ്ഞ് ഇനി എപ്പോഴാ വീട്ടിൽ പോകുന്ന രണ്ടാളും? ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു പോകും. ശരി. വേദക്കുട്ടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഏട്ടനും ചേച്ചിയും തമ്മിൽ കല്യാണം കഴിക്കുമോ? അവരെ രണ്ടാളെ ഒന്നിച്ചു കാണാൻ നല്ല രസമല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കറിഞ്ഞൂടെ കുഞ്ഞുപെണ്ണെ. എപ്പോഴെങ്കിലും ചേച്ചിയോട് ചോദിച്ചു നോക്കാം. പക്ഷെ വഴക്ക് പറയുന്ന പേടി. വേദക്കുട്ടി ചേച്ചി വഴക്കൊന്നും പറയില്ല. എങ്കിൽ ചോദിക്കാം. കുഞ്ഞുപെണ്ണിന്റെ നാവിൽ വെറുതെ തോന്നിയതൊന്നും ആവില്ല. വെറുതെ ചോദിക്കാം അല്ലേ? മഹാ അബദ്ധം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചിത്രഭാനു തമ്പുരാന്റെ പ്രാന്തം അറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഇനി അതിന്റെ ശത്രുത തീർക്കാൻ
തമ്പുരാൻ എന്തൊക്കെയാ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ സൂക്ഷിച്ചോ. വെക്കുന്ന കാലടികളിൽ പോലും ചിത്രഭാനു തമ്പുരാന്റെ നോട്ടവും ചതിയും ഉണ്ടാകും. വെറുതെ എന്തിനാ നടവഴിയിൽ ചത്തുമലച്ച് കിടക്കുന്നത്? ശരിയാണ്. ഇത്രയും പകയുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ അയാളെ ഭ്രാന്ത് മാറണ്ടായിരുന്നു. ഈശ്വര, ദുഷ്ടനെയൊക്കെ പന പോലെ വളർത്തുന്നാണല്ലോ പഴഞ്ചൊല്ല്. അത് തന്നെയാണ് ചിത്രഭാനു തമ്പുരാന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്നത്. പിന്നെ തമ്പുരാന്റെ ഏട്ടനാണ്, അധികാരം കൈകാര്യം ചെയ്യുന്നതിൽ തമ്പുരാനേക്കാൾ മിടുക്കനാണ് എന്നൊക്കെ ചിത്രഭാനു തമ്പുരാന് മേനി പറഞ്ഞ് നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അസുഖം മാറ്റിയതാരാ? മല്ലിയുടെ മോള്. ഇത്തിരി ഇല്ലാത്ത ആ പെങ്കൊച്ച്. അവിടെ തീർന്നില്ലേ ചിത്രഭാനു തമ്പുരാന്റെ മഹത്വം. ആ കുഞ്ഞിനെ അമ്മയും ദ്രോഹിക്കാൻ വേണ്ടി എന്തൊക്കെ അദ്ദേഹം ചെയ്തു കൂട്ടിയിരിക്കുന്നു. എന്നിട്ട് നാണമില്ലാതെ ആ കുഞ്ഞിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്നു. നാണക്കേട് തന്നെ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ അങ്ങനെ ഒരു മരുന്ന് കഴിക്കുകയില്ല. പകരം ഏതെങ്കിലും ഒരു ആറ്റി പോയി ജീവൻ അങ്ങൊടുക്കിയനെ. എന്തിനാ നാണം കെട്ട് അങ്ങനെ ഒരു ജീവിതല്ലേ? പിന്നല്ലാതെ ചിത്രഭാനു തമ്പുരാനല്ലേ ആരുടെ മുന്നിലും നാണം കെടണമെങ്കിൽ കെട്ടോളൂ. അത് കഴിഞ്ഞ് അവരെ അടിമുടി പുകഴ്ത്തണമെങ്കിൽ അതും ചെയ്യും. ഇനിയിപ്പൊ മല്ലിയുടെ മോക്ക് എന്തോ ശക്തിയുണ്ടെന്നറിഞ്ഞ് ചിത്രഭാനു തമ്പുരാൻ ആ കുട്ടിയുടെ കയ്യും പിടിച്ച് നടന്നുകൂടാന്നില്ല. ശക്തിയുള്ളിടത്തല്ലേ ഇക്കൂട്ടർക്ക് പ്രിയം. അതെ അതെ, അങ്ങനെ ഒരു കാഴ്ചയും വൈകാതെ തന്നെ നമുക്ക് കാണാം. എന്തായാലും ചിത്രഭാനു തമ്പുരാനെ ആ കാട്ടുവാസി പെണ്ണ് തോൽപ്പിച്ചു. അത്രയുള്ളൂ ഇതിന്റെ സാരം. ഇതെല്ലാം ദേശമംഗലത്തമ്മ കളിക്കുന്ന കളിയല്ലേ? അമ്മ ആരെയെങ്കിലും വെറുതെ വിടുമോ? ചിത്രഭാനു തമ്പുരാൻ ഇനി എത്ര നാണം കെടാൻ കിടക്കുന്നു. വരൂ നമുക്ക് പോവാം. എന്താ തമ്പുരാനെ? എന്ത് പറ്റി? എന്ത് പറ്റി തമ്പുരാനെ? പറയൂ, അങ്ങക്ക് എന്താണ് പറ്റിയത്? സുകന്യ കിടന്നോളൂ. അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നാം നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് കരുതുകയാണ്. അയ്യോ, എന്താണ് ഈ പറയുന്നത്? ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നോ? അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചത്? ദേശമംഗലത്തെ പ്രജകൾക്ക് മുമ്പിൽ ഇത്രയും നാണം കെട്ട് ജീവിക്കാൻ നമുക്കാവില്ല. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒന്നേ പറയാനുള്ളൂ. ചിത്രഭാനു തമ്പുരാൻ ഒരു കാട്ടുവാസി പെണ്ണിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ കഥ. നമ്മുടെ ജീവിതം അങ്ങനെ ഒരുപോലെ തന്നു ഉച്ചിഷ്ടമാണെങ്കിൽ അതില്ലാതാക്കുന്നതല്ലേ നല്ലത്. അങ്ങ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ചിന്തിക്കാതെ പിന്നെ സുകന്യയ്ക്കും അതേ അഭിപ്രായം തന്നെയാണോ? അത് പിന്നെ നീ തമ്പുരാട്ടിയാണ്. ദേശമംഗലം കൊട്ടാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് സുകന്യയ്ക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ടും ക്ഷേത്ര നടയിൽ വെച്ചുണ്ടായ നിസ്സാരമായ ഒരു സംഭവത്തിന്റെ പേരിൽ അതെല്ലാം മറക്കാൻ സുകന്യ ശ്രമിക്കുന്നു. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങ് കിടന്നുറങ്ങാൻ നോക്കൂ. പറ്റില്ല. ആളുകൾ പറയേണ്ടത് ചിത്രഭാനുവിന്റെ വീരകഥകളാണ്. ഒളിവിലും മറവിലും നിന്ന് ചിത്രഭാനുവിനെ ആക്ഷേപിക്കുന്നവർ ചിത്രഭാനുവിന്റെ നിഴല് കണ്ടാൽ പോലും വിറയ്ക്കണം. അധികാരത്തിന്റെ ഗൗരവമില്ലാത്തൊരു ജീവിതം നാം ആഗ്രഹിക്കുന്നില്ല. ഒന്നെങ്കിൽ ആക്ഷേപത്തിന്റെ കാരണക്കാരികളായ ആ മല്ലിയും കുഞ്ഞിയും ഇല്ലാതാകണം, അല്ലെങ്കിൽ നാം നമ്മുടെ ജീവൻ ഒടുക്കണം. നമ്മെ വിലക്കുന്ന ഒരു വാക്കുപോലും നിന്റെ നാവിന്നുണ്ടാവാൻ പാടില്ല. വന്നാൽ ശത്രുവിന്റെ സ്ഥാനത്തെ നിന്നെയും നമുക്ക് കാണാൻ പറ്റൂ. ആ രീതിയിലേ നമുക്ക് കാണാൻ പറ്റൂ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തമ്പുരാക്കന്മാർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഭരിക്കാൻ പിറന്നവനാണ് യോഗം. അവന്റെ ഒരുത്തന്റെ നാവ് ഉയർന്നുകൂടാ. ഉയർന്നത് വെട്ടി അരിയണം. എന്നെ നോക്കിക്കോ, ദേശമംഗലത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ഒരുങ്ങുകയാണ് നാം.
അതിനിടയിൽ മല്ലിയും കുഞ്ഞിയുമൊക്കെ നമ്മുടെ പാദത്തിനടിയിലെ പുല്ലുകൾ മാത്രം. ഇനിയൊരവസരമുണ്ടായാൽ മല്ലിയും കുഞ്ഞിയും ഇനി ജീവനോടുണ്ടാവില്ല. അമ്മേ, നട തുറന്നിട്ടില്ല. പൂജ കഴിഞ്ഞ് അടച്ചു പോയതായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകാം. പറ്റില്ല, എനിക്ക് ഈ മാല വിഗ്രഹത്തിൽ ചാർത്തണം. ഒരു കാര്യം ചെയ്യാം, മാല ഇവിടെ നടയിൽ വെക്കാം. വൈകുന്നേരം തിരുമേനി എടുത്ത് ചാർത്തിക്കോളും. എന്നാ നമുക്ക് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാം. അത് വേണ്ട മോളെ, വാശി പിടിക്കാതിരിക്കെ. വാ തൊഴാം. മോളുടെ ഈ മാല ഭഗവാൻ സ്വീകരിച്ചോളും. നമുക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അമ്മേ, അത് കണ്ടോ? ഈ ഹാരം ആ വിഗ്രഹത്തിൽ ചാർത്താലോ? അതിന് കുഴപ്പമുണ്ടോ? അത് അമ്മയ്ക്ക് അറിയില്ലല്ലോ മോളെ. ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ ആരെയും കാണാനുമില്ല. ഒരു കുഴപ്പമില്ല, എന്റെ വഴിപാട് ഭഗവാൻ സ്വീകരിച്ചോളൂ. മോളെ, ഭഗവാനെ, അറിവില്ലായ്മയാണ് എന്റെ കുട്ടി ചെയ്യുന്നതെങ്കിൽ അവളോട് പൊറുക്കണേ. ഭഗവാനെ, ഞാനും അമ്മയും കൂടി എത്ര ദൂരത്തുനിന്ന് വന്നതാ. നട തുറന്നിട്ടില്ല. അതുകൊണ്ടല്ലേ എന്റെ ഈ മാല ഭഗവാൻ സ്വീകരിക്കില്ലേ? എന്റെ പ്രാർത്ഥന ഭഗവാൻ കൈക്കൊള്ളില്ലേ? അമ്മേ, ഇത് നോക്കി. അയ്യോ, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് മാല ചാർത്താൻ ഭഗവാൻ തലകുനിച്ചു തന്നു. ഭഗവാനെ, ഇപ്പൊ ഭഗവാൻ പ്രസാദിച്ചോ? മോള് വാ, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം. വാ മോളെ. ശിവലിംഗം ചരിയുക, അത് നേരെയാക്കാൻ ആരെ കൊണ്ട് സാധിക്കാതെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവകോപം തന്നെ ആയിരിക്കില്ലേ തമ്പുരാൻ? അല്ലാതെ മറ്റെന്ത്? ഭക്തർ ഒരുപാട് പരിശ്രമിച്ചു നോക്കി, ശിവലിംഗം നേരെയായില്ല. ആനയെ കൊണ്ടുവന്ന് വടം കെട്ടി വലിപ്പിച്ചു, എന്നിട്ട് നേരെയായില്ലെന്നാണ് പറയുന്നത്. മേലൂർ ദേശവാസികൾ ആകെ പരിഭ്രാന്തിയിലാണ്. അതെന്തായാലും ഉണ്ടാകുമല്ലോ. നമുക്ക് ദേശമംഗലത്തെ അമ്മയെ പോലെ തന്നെയല്ലേ അവർക്ക് മേലൂർ ക്ഷേത്രത്തിലെ ശിവഭഗവാനും. എന്റെ ഭയം എന്താണെന്നറിയോ മീനാക്ഷിക്ക്? ഇതുവരെ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരുന്ന മേലൂർക്കാവിൽ കഴിഞ്ഞ ദിവസം അത് നടന്നു. അതിന്റെ കാരണക്കാരൻ നമ്മുടെ ഏട്ടൻ തമ്പുരാനാണ്. ശരിയാണ്, ഭഗവാന് മുന്നിൽ ഏട്ടൻ തമ്പുരാൻ നടത്തിയ നിഷേധം പൊറുക്കാൻ പറ്റാത്തതാണ്.
അത് തന്നെ ആയിരിക്കുമോ കാരണം? ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാരണം ദേശമംഗലമാണ് ചെയ്തിരിക്കുന്നത്. ഏട്ടൻ തമ്പുരാന് അത് മനസ്സിലാകണമെന്നില്ല. എന്തായാലും മേലൂർ കാവിലുള്ളവർ പരിഹാരത്തിന് ശ്രമിക്കുമല്ലോ. അപ്പോ എന്താണ് വേണ്ടതെന്ന് അങ്ങ് ആലോചിച്ച് ചെയ്യൂ. മേലൂർക്കാവിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഏട്ടൻ തമ്പുരാനാണെന്ന് അവർ കണ്ടെത്തിയാൽ പരിഹാരം ചെയ്യാൻ നാം ഏട്ടൻ തമ്പുരാനോട് നിർബന്ധിക്കാം. ആ നിർബന്ധത്തിന് ഏട്ടൻ തമ്പുരാൻ ശബ്ദമുയർത്തിയാൽ ഒരുപക്ഷെ ഏട്ടൻ തമ്പുരാനെ പിന്നെ നമുക്ക് ദേശമംഗലം കൊട്ടാരത്തിൽ വാഴിക്കാൻ സാധിക്കില്ല. അരുത്, അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പിന്നെ നാം എന്ത് ചെയ്യും മീനാക്ഷി? കുഞ്ഞുങ്ങളാണെങ്കിൽ പറഞ്ഞനുസരിപ്പിക്കാം. ദൈവത്തെ പോലും അനുസരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളെ നാം പിന്നെ എന്ത് ചെയ്യാൻ? ഏട്ടൻ തമ്പുരാൻ അങ്ങനെ വെറുതെ മടങ്ങി പോവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ തമ്പുരാന്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളുണ്ട്. അറിഞ്ഞത് പറയുവാൻ പേടിയുമുണ്ട്. പറയൂ. അധികാരത്തിനോടാണല്ലോ ഏട്ടൻ തമ്പുരാന്റെ ഭ്രമം. അത് രാജാധികാരത്തിനോടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നൽ തെറ്റല്ല, സത്യമാണ്. നമുക്കത് മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷേ തൽക്കാലം നമ്മളത് കണക്കിലെടുക്കണ്ട. ഏട്ടൻ തമ്പുരാന്റെ രീതിയിൽ ചിന്തിച്ചു കൊള്ളട്ടെ. അതനുസരിച്ച് മാറുവാൻ നമുക്ക് പറ്റില്ല. ഇനിയിപ്പോൾ മേലൂർക്കാവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചോന്ന് കേൾക്കാതെ ഒരു സ്വസ്ഥത കിട്ടില്ല. ഭഗവാനെ പരമേശ്വര, അങ്ങ് തന്നെയാണ് രക്ഷ.